ആഴ്ചച്ചന്ത എന്ന് പറയുമ്പം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉണ്ടാവുന്ന മാർക്കറ്റാണ്. കാരക്കുടിക്കാർക്ക് വ്യാഴാഴ്ചയാണ് ആ ദിവസം. സത്യം പറയാലോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ടേ ഇല്ല. മാർക്കറ്റിന്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എൻട്രൻസിന്റെ സൈഡിലൊക്കെ ആയിട്ട് ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പഴം, പച്ചക്കറികൾ, തേങ്ങ, പൂക്കള്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉള്ളി, സവാള എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെയും വിൽക്കാൻ വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ സ്നാക്സ് ഒക്കെ അപ്പപ്പ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. വേറൊരു ഭാഗത്തേക്ക് നോക്കിയാൽ കോഴിനെയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന കാണാം. ഇനി നമുക്ക് മാർക്കറ്റിന്റെ അകത്തേക്ക് പോയി നോക്കാം. ഈ ഒരു സൈഡിൽ ഫുള്ള് സവാളയും ചെറിയുള്ളിയും മാത്രമാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ തക്കാളി മാത്രം. അയ്യോ, ഇതാ വീണ്ടും സവാള, ഇതാ വീണ്ടും തക്കാളി. ഇവിടെ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചേക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു വെയിറ്റ് തൂക്കി വെച്ചിട്ടുള്ളതായിരിക്കും. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പച്ച ഗ്രീൻ പീസ്. ഒരുപാട് കച്ചവടക്കാരും കർഷകരും എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങൾ വിൽക്കുന്നു. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ, കുമ്പളങ്ങയാണ്. ഇതിന്റെയൊക്കെ വലിപ്പം കണ്ടോ? സവാളയും ഉള്ളി, ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ടേക്കാണ്. ഈ ഒരു മാർക്കറ്റിന് ഒരു അവസാനം ഇല്ലാത്ത പോലെയാണ് ഇത് കിടക്കുക. ഇനി മാർക്കറ്റിന്റെ വേറൊരു ഭാഗത്ത് പോവാണെങ്കിൽ അവിടെ മീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും പേരറിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല ഫ്രഷ് ആണ്. പച്ചമീൻ മാത്രല്ല കേട്ടോ, എല്ലാ ഉണക്കമീനും ഇവിടെ കിട്ടും. ഇനി മീൻകറി വെക്കാൻ ചട്ടി വേണമെങ്കിലും ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോകും. ഈ പച്ചക്കറികളും ഫ്രൂട്ട്സിന്റെ ഒക്കെ റേറ്റ് എല്ലാവരുടെയും ഒരേ വില തന്നെയാണെന്ന് തോന്നുന്നു. ഒരു 250 രൂപയ്ക്കൊക്കെ ഒരു സഞ്ചി നിറച്ചും പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടാണ് പോണ കാണുന്നത്.